പ്രൈസ് ലോർഡ് ആമേൻ. തുടർന്ന് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് അതിന്റെ പഠനത്തിലേക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ട് വന്നത്. അതിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ടിടയായി. അത് തുടർമാനമായിട്ട് തുടർന്ന് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ആരെങ്കിലും 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കൃപാവരങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. എന്തുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പല കൺഫ്യൂഷൻസുകളും ദൈവസഭയിലുള്ളത് കൃപാവരങ്ങളെ കുറിച്ചാണ്. കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വലിയൊരു പ്രോമിസാണ്. അത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അതിനൊരുപാട് കൗണ്ടർഫീറ്റുകൾ ഉള്ളത്. അതിനൊരുപാട് വ്യാജ വരങ്ങളും ഇന്ന് ഒരുപാടെടുത്ത് നാം കാണാറുണ്ട്. അത് ദൈവസഭയെ കൺഫ്യൂഷനിലാക്കുവാനായിട്ട്, ദൈവസഭയെ ഡീവിയേറ്റ് ചെയ്യുവാനായിട്ട്, ആ ഫോക്കസിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്യുവാനായിട്ട് കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃപാവരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവസഭ അറിഞ്ഞിരിക്കണമെന്ന് പൗലോസ് വളരെ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് ഈ 3 അധ്യായങ്ങളിലും കൃപാവരങ്ങളെക്കുറിച്ച് ഇത്ര ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കൃപാവരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചിന്തിക്കുവാനായിട്ടിടയായി. ആ വാക്യങ്ങളൊന്നും നമ്മളിന്ന് വായിക്കുന്നില്ല. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച വായിച്ചതുകൊണ്ട് ഈ ആഴ്ച പിന്നെയും അത് വായിക്കുന്നില്ല. ഈ വാക്യങ്ങളെല്ലാം, ഈ അധ്യായങ്ങളെല്ലാം നാം പഠിക്കുമ്പോൾ കൃപാവരങ്ങൾ എണ്ണിയാൽ ഒരു 19 കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. 19 പേരുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാ അധ്യായത്തിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ അധ്യായങ്ങളിലും എല്ലാ കൃപാവരങ്ങളും പൗലോസ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ചില അധ്യായങ്ങളിൽ ചില കൃപാവരങ്ങൾ, മറ്റധ്യായങ്ങളിൽ മറ്റു പല കൃപാവരങ്ങളും, ചില അധ്യായങ്ങളിൽ ഇത് പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതുമായിട്ടൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര കൃപാവരങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നമുക്കുള്ള അവിടുത്തെ ആ സാഹചര്യം അനുസരിച്ച്, ആ ദൈവസഭയുടെ ആവശ്യത്തിനനുസരിച്ചാണ് ആ ദൈവസഭയിൽ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അപ്പോൾ ഈ കൃപാവരങ്ങൾ ഒരുപക്ഷെ 19 കൃപാവരങ്ങളെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതെ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അതിൽ കൂടുതൽ കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാം. അത് പരിശുദ്ധാത്മാവാണ് വീതിച്ച് നൽകുന്നത്. അവിടുത്തെ നീഡ് അനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് അത് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയാണ് കൃപാവരങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായത്. അതുപോലെ തന്നെ കൃപാവരങ്ങൾ എന്തിനു വേണ്ടി നൽകപ്പെടുന്നു? നേരത്തെ പറഞ്ഞതുപോലെ കൃപാവരങ്ങൾ വാഞ്ചിക്കുവാനായി പൗലോസ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃപാവരങ്ങളാണ് ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നത്. ദൈവസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള, പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ള വലിയ ഒരു ഗിഫ്റ്റാണ് കൃപാവരങ്ങൾ. അപ്പൊ ഈ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിക്കുവാൻ വേണ്ടിയിട്ടോ അല്ല കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത്. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഈ 2 കാര്യങ്ങളും കൂടെ നമ്മൾ ഇതോട് അനുബന്ധിച്ച് ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയും 8-ാമത്തെ വാക്യത്തിൽ പലതരത്തിലുള്ള കൃപാവരങ്ങൾ, അന്ന് കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ചാണ് 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന്. 8-ാമത്തെ വാക്യം. ഇവിടെ 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ദൈവം പരിശുദ്ധാത്മാവിനാൽ, നമുക്കെല്ലാം ഓരോ കൃപാവരങ്ങളുണ്ട്. പലപ്പോഴും നമുക്കിത് കൃപാവരമാണോ എന്ന് സംശയമുള്ള പല കാര്യങ്ങളും ഉണ്ട്.
അതിലൊരു ഉദാഹരണമാണ് സഹായിക്കാനുള്ള കൃപാവരം. അത് പലപ്പോഴും അത് വലിയ കൃപാവരമായിട്ട് പലരും കൺസിഡർ ചെയ്യാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അറിഞ്ഞൊരു ദൈവസഭയിൽ നൽകിയിരിക്കുന്ന ഒരു കൃപാവരമാണത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്: വേർഡ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ വേർഡ് ഓഫ് നോളജ്. ആദ്യത്തെ വേർഡ് വിസ്ഡം, സോഫിയ എന്നുള്ളൊരു മൂല പദം അതിനകത്ത് നമുക്ക് കാണാം. അവിടെ വിസ്ഡം എന്ന് പറഞ്ഞാൽ അത് അപ്ലൈഡ്, പ്രാക്ടിക്കൽ, ഡിവൈൻലി ഓർഡേർഡ് അണ്ടർസ്റ്റാൻഡിങ്. 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പൗലോസ് ഈ വിസ്ഡത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതൊന്ന് വായിക്കാം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടെന്നുള്ള കാര്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, അല്ലാതെ മറഞ്ഞിരിക്കുന്ന ദൈവം തരുന്ന ഒരു വിസ്ഡം, അതൊരു കൃപാവരമാണ്. അതായിട്ട് കൃപാവരമായിട്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കും പലർക്കും ദൈവം തന്നിട്ടുള്ള ഒരു കൃപാവരമാണ്. പലപ്പോഴും അത് ഒരു കൃപാവരമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അത് വേണ്ട വിധം ഈ കൃപാവരം എനിക്ക് തന്നിരിക്കുന്നത് ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാനായിട്ട് ഇടയാകും. ഇപ്പൊ എന്താണ് സ്പോണ്ടേനിയസ്ലി സ്പിരിച്വൽ നാച്ചുറൽ ഇൻസൈറ്റ്സ് ഫോർ എ സ്പെസിഫിക് സിറ്റുവേഷൻസ്. ഈ വിസ്ഡത്തിന്റെ മറ്റൊരു ഡെഫിനിഷനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു വിസ്ഡം അത് പരിശുദ്ധാത്മാവിന് നൽകാനായിട്ട് കഴിയും. പലപ്പോഴും ദൈവസഭയുടെ കാര്യങ്ങളിൽ നമുക്ക് ചിന്തിച്ചാൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഈ സൂപ്പർ നാച്ചുറൽ വിസ്ഡം. ഓരോ കാര്യങ്ങൾ, ഓരോ തരത്തിലും, ഓരോ വിഷയങ്ങൾ, ഓരോ പ്രതിസന്ധികൾ, ഇതിൻ്റെ നടുവിലെല്ലാം ഈ വിസ്ഡം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ വിസ്ഡം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അതൊരു കൃപാവരമാണ്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരെയും ഡീല് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ്. കാര്യം മെച്യൂറായിട്ടുള്ള ആൾക്കാരിൽ അടുക്ക് ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അപ്പൊ എല്ലാവരിലും ജ്ഞാനം സംസാരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കണം, അവരോട് ഡീൽ ചെയ്യണം. ഇതൊന്നും നമുക്ക് മാനുഷികമായിട്ട് പലപ്പോഴും മനസ്സിലാകത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ആ വിസ്ഡം നമുക്ക് നൽകുമ്പോൾ നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ സാഹചര്യങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഓരോ സാഹചര്യം ഡിഫിക്കൽട്ടായിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, ആർക്കും നമ്മളെ പറഞ്ഞു തരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ അതിനൊക്കെ കറക്റ്റായിട്ട് അവിടെയൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള വിസ്ഡം. ഹല്ലേലൂയ. കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പ്രോഫസിയും പിന്നെ ഹീലിംഗ്, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്സ്, ഇത് രണ്ടുമാണ് നമുക്ക് പലപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ചില സാഹചര്യങ്ങളിൽ എഫക്റ്റീവായിട്ടുള്ള കൃപാവരങ്ങളാണ് ഈ പറയുന്ന കൃപാവരങ്ങളൊക്കെ ഓരോന്നും. രണ്ടാമത്തെ ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് നോളജ്. ഇതെന്തൊരു നോളജിനെ കുറിച്ചാണ്? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു നോളജിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിനെ കുറിച്ചോ ഒന്നും അല്ല ഇവിടെ പറയുന്ന നോളജ്. ഈ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു റെവലേറ്ററി ഇൻസൈറ്റ്, റെവലേറ്ററി ഇൻസൈറ്റ് ഇൻ ടു എ ഡിവൈൻ മിസ്റ്ററി. ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്താൽ. ഇതൊരു പരിശുദ്ധാത്മാവ് തരുന്ന ഒരു റെവലേഷനാണ്. പ്രത്യേകിച്ചും ഈ വേർഡൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നോളജ് വേണം. അത് ലോകത്തിന് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ കമൻട്രീസിന് തരാൻ പറ്റുന്ന നോളജ് അല്ല. പരിശുദ്ധാത്മാവ് നമുക്കൊരു റെവലേഷൻ നൽകുമ്പോൾ ചില വചനങ്ങൾ, ചില വാക്യങ്ങളിലൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള റെവലേഷൻ, ഇൻസൈറ്റ്സ് പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചർച്ചിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ക്വയറ്റ് ടൈമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഈ ഗിഫ്റ്റ്സുകളൊക്കെ നമുക്ക് തരുന്നത് വേറൊരു ഉദ്ദേശം കൂടെ പരിശുദ്ധാത്മാവിനുണ്ട്. ഇതിനെയൊക്കെ നാം മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നാം ഇതിനെ ഉപയോഗിക്കാതിരിക്കുന്നെങ്കിൽ ഇത് നമ്മളിൽ നിന്ന് നഷ്ടമാകും, നമ്മളിൽ നിന്ന് എടുത്ത് കളയപ്പെടും. ഇല്ലെങ്കിൽ നമുക്കിതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്കിത് എടുത്ത് കളഞ്ഞില്ലേ പോലും ഇത് നമുക്കൊരു പ്രയോജനമില്ല. എന്നാൽ ഇപ്പൊ നമുക്കൊരു ഈ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുകയും ദൈവവചനം പഠിക്കുകയും അതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അടുത്തൊരു റെവലേഷനിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാനായിട്ടിടയാകും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് മിസ്റ്ററീസ് നമുക്ക് ഇന്നും അറിഞ്ഞുകൂടാത്തത് നാം ഓരോ ദിവസവും, അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വചനങ്ങളൊക്കെ എത്ര കേട്ട ദൈവവചനങ്ങളാണെങ്കിലും അത് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ അതിനകത്ത് അന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായ, അന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ റെവലേഷൻസും മിസ്റ്ററീസും ഒക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പൊ ഇതൊരു കൃപാവരമാണ്. ഈ കൃപാവരം നമ്മൾ ഓരോരുത്തരും എക്സസൈസ് ചെയ്തെങ്കിലേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന രണ്ട് കൃപാവരങ്ങൾ രണ്ടും ബോത്ത് ആർ ലോഗോസ്. ഇത് അട്ടറൻസ്, ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് ഗിഫ്റ്റ് ആണ്. ഇത് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ഇത് ദൈവസഭയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദൈവസഭയെ പണിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഒന്ന് രണ്ട് റെഫറൻസും കൂടെ ഈ എന്തിനാണ് ഈ ഗിഫ്റ്റ്, എവിടാണ് ഈ ഗിഫ്റ്റ് പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്ന് രണ്ട് റെഫറൻസ് കൂടെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ സ്പിരിറ്റ് സെർച്ചസ് ഓൾ തിങ്സ് ഇൻക്ലൂഡിംഗ് ഡീപ് തിങ്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഈ എഴുതിയ കാലഘട്ടത്തിൽ പൗലോസ് ഈ ദൈവവചനത്തിന്റെ ആഴങ്ങൾ, ഇത് അറിഞ്ഞുകൂടാത്ത ജനത്തിന്റെ ഇടയിൽ ആഴങ്ങൾ, തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ആഴങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തി നൽകിയത് കൊണ്ടാണ് ഇന്ന് നാം ഈ കാണുന്ന ലേഖനങ്ങളൊക്കെ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇന്നുള്ളത്. ഒന്നാലോചിച്ച് നോക്കണം, ഈ ലേഖനങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഈ പഴയ നിയമം വെച്ച് ഈ ജനമൊക്കെ ഇങ്ങനെ പുതിയ നിയമസഭ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്തുമാത്രം ഒരു കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ്, ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും ദൈവസഭയ്ക്ക് അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് ഇന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്നും കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് എഴുതപ്പെട്ടിട്ടുള്ള 2000 വർഷങ്ങൾക്ക് മുമ്പോട്ട് എഴുതപ്പെട്ടിട്ടുള്ള തിരുവചനത്തിന് മാറ്റമില്ല. പക്ഷെ അതിനകത്തുനിന്ന് ദൈവം നമുക്ക് തരുന്ന റെവലേഷൻസ് അത് മാറ്റമായിരിക്കും. കാര്യം പണ്ട് മനസ്സിലാകാത്തത് പലതും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാകും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ. ഒരുപക്ഷെ ഇന്ന് ഒരു 20-25 വർഷത്തിന് മുമ്പ് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇന്ന് പുതിയൊരു റെവലേഷൻ ദൈവം നമുക്ക് തരും. കാര്യം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അറിവ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന നോളജ് ഒക്കെ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നൽകിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം അവിടെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ നോട്ട്ബുക്കിൽ മാത്രം എഴുതി വെക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും അനേക ദൈവ മക്കൾക്കും ഈ ലഭിക്കുന്ന നോളജൊക്കെ നാം ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. അവിടെയാണ് പലപ്പോഴും നമ്മൾ അത്രയ്ക്ക് ഒരു വിശ്വസ്തത കാണിക്കാത്തത്. കാര്യം നമ്മുടെ ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ ഇതിനെല്ലാം നാം അക്കൗണ്ടബിൾ ആണ്, ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്കുള്ള യോഗ്യത കൊണ്ടല്ല ഈ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഈ റെവലേഷൻസ് ഒക്കെ നമ്മളിത് നമ്മുടെ ഡയറി മാത്രം എഴുതി വെച്ചാൽ എന്താ പ്രയോജനം?
ആ ഒരു തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇത് നമ്മൾ ആരോടും ഷെയർ ചെയ്യാതെ നമ്മുടെ ഡയറിയിൽ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രയോജനം? ആ ഗിഫ്റ്റ് കൊണ്ട് ദൈവസഭയ്ക്കോ മറ്റാർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മിസ്റ്ററീസും അതിൻ്റെ റെവലേഷൻസും ഒക്കെ നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് ആ ഗിഫ്റ്റ് റിയലായിട്ട് ദൈവസഭയ്ക്ക് പ്രയോജനമായിട്ട് തീരുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇവിടെ. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. Treasures of wisdom and knowledge are hidden in Christ. Hallelujah. അപ്പൊ പലപ്പോഴും നമുക്ക് വിചാരം ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് എല്ലാം മനസ്സിലാകുമെന്നൊക്കെയാണ് നമുക്ക് ചിന്ത. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുമ്പോഴാണ് ഓരോ വചനത്തിന്റെയും ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം സീക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ഗിഫ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഗിഫ്റ്റ് എന്താണെന്ന് നാം ഐഡന്റിഫൈ ചെയ്യണം. ഗിഫ്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്, നമുക്ക് എങ്ങനെ അത് നമ്മുടെ ലൈഫിൽ അത് പ്രയോജനമാകണം, ഇത് മറ്റ് ദൈവസഭയ്ക്ക് എങ്ങനെ പ്രയോജനമാകണം എന്നുള്ള ഒരു 3 ഡയമെൻഷനിൽ നാം ഈ ഗിഫ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യണം. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിലൊക്കെ അലർട്ടായിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഡാനിയേൽ 2-ാം അധ്യായത്തിന്റെ ബുക്ക് ഓഫ് ഡാനിയേൽ 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും നൽകുന്നു. സത്യത്തിൽ ചിന്തിച്ചാൽ നേരെ തിരിച്ചല്ലേ കൊടുക്കേണ്ടത്. ജ്ഞാനം ഇല്ലാത്തവർക്കല്ലേ ഈ ജ്ഞാനം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ താലന്തുകളുടെ ഉപമ പറഞ്ഞതുപോലെ തന്നെ നാം അതിനെ ഡെവലപ്പ് ചെയ്യും. നാം അതിനെ ഡെവലപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, നാം അതിനെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവം നമ്മളെ അടുത്തൊരു റെവലേഷനിലേക്ക് നടത്തുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ജ്ഞാനികൾക്ക് ജ്ഞാനം, വിവേകികൾക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും കൊടുക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകളെ എത്രത്തോളം സീരിയസ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം ഈ ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസവും ഒരു ഗിഫ്റ്റ്സ് ആയിട്ടാണ് നാം പഠിക്കുന്നത്. വിശ്വാസവും ഒരു ഗിഫ്റ്റാണ്. അപ്പൊ എന്താണ്, ഏത് വിശ്വാസമാണ് ഗിഫ്റ്റ് എന്നുള്ളത്? നമ്മുടെ രക്ഷയുടെ വിശ്വാസം, സേവിങ് ഫെയ്ത്ത്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് എല്ലാ ബിലീവേഴ്സിനും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കുമുള്ള പരിശുദ്ധാത്മാവ് എല്ലാ വിശ്വാസികൾക്കും കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഇത് സേവിങ് ഫെയ്ത്ത് എന്ന് പറയും. എന്നാൽ ഈ പറയുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ മലകളെ നീക്കുവാനുള്ള വിശ്വാസം. ഇത് ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതും ഇതും 2 ഫെയ്ത്തിനെ കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എബ്രഹായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ എബ്രഹാം ഫെയ്ത്ത് ഇൻ ഓഫറിങ് ഐസക്. ഇത് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേക വിശ്വാസമാണ്. ഇത് മലകളെ നീക്കുന്ന വിശ്വാസം. ഇത് സേവിങ് ഗ്രേസ് അല്ല, ഇത് സേവിങ് ഫെയ്ത്ത് അല്ല. ഈ ഫെയ്ത്ത് ഡിഫറെൻ്റ് ആണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാവരമായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മലകളെ നീക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം.
വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ. മതി. അബ്രഹാമിന്റെ ഈ വിശ്വാസം ഇതൊരു നോർമൽ ഒരാൾക്കുള്ള ഒരു വിശ്വാസമല്ല, ഇതൊരു കൃപാവരമാണ്. അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ആണ്. എലീജ വിശ്വാസം, കർമ്മേലിൽ തീ ഇറക്കിയത്, ഇതൊക്കെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് ആയിട്ട് പഴയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതുപോലെയാണ് പുതിയ നിയമത്തില് വിശ്വാസികൾക്ക് ചിലർക്ക് നൽകിയിട്ടുള്ള കൃപാവരമാണ് ഒരു ഫെയ്ത്ത്. 2 തീമോത്തി അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്. ഇതൊരു ഡബിൾ പ്ലൂറൽ ആയിട്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു വളരെ തിയോളജിക്കലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. കാര്യം ഈച്ച് ഹീലിംഗ് മേ ബി ഡിസ്റ്റന്റ്. ഇതെല്ലാം ഓരോ സൗഖ്യങ്ങളും വ്യത്യസ്തമാണെന്നുള്ളതാണ് നാം ഇതിനകത്ത് നിന്ന് പഠിക്കുന്നത്. കാര്യം ഒരാൾക്ക് സൗഖ്യത്തിന്റെ കൃപാവരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലായിടവും ആ സൗഖ്യം നടക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം പൗലോസ് ഒരുപാട് പേരെ സൗഖ്യമാക്കിയ ഒരു അപ്പോസ്തലനാണെങ്കിലും പലയിടങ്ങളിലും തന്നാൽ സൗഖ്യം നടന്നില്ല എന്നുള്ള കാര്യവും നാം ഈ തിരുവചനത്തിൽ പഠിക്കുന്നു. 2 തീമോത്തി 4 അധ്യായത്തിന്റെ 20 വാക്യം. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. പ്രൈസ് ലോർഡ്. അവിടെ ബില്ലുണ്ടായിരുന്നു, തനിക്ക് സൗഖ്യമാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സൗഖ്യം ലഭിക്കാനുള്ള വ്യക്തിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ എല്ലായിടവും ആ സൗഖ്യം നടക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിലും അത് എക്സ്പെക്ട് ചെയ്യുന്ന ദൈവസഭയാണെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1 തീമോത്തി 5 അധ്യായത്തിന്റെ 23 വാക്യം കൊണ്ടൊന്ന് വായിക്കാം. 1 തീമോത്തി chapter 5 verse 23. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. തിമോത്തിയോട് പൗലോസ് പറയുന്ന ഒരു ഉപദേശമാണ്, പൗലോസ് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എന്നാൽ പൗലോസിന്റെ നിജപുത്രനായ തിമോത്തിയെ സൗഖ്യമാക്കുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞില്ല. അതിനകത്തുനിന്ന് തിമോത്തിയും ശരീരത്തിൽ വളരെ ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു കാര്യമാണ്. ആരെ സൗഖ്യമാകണം, എങ്ങനെ സൗഖ്യമാകണം എന്നുള്ളത്. ഇതൊരു പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, വിശ്വാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പോലും സൗഖ്യമായെന്നിരിക്കാം. എന്നാൽ ദൈവവചനത്തിന് വേണ്ടിയിട്ടും ദൈവസന്നിധിയിൽ ഒരുപാട് സിൻസിയറായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ സൗഖ്യമായില്ലെന്നും ഇരിക്കും. ഇതൊരിക്കലും നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, പരിശുദ്ധാത്മാവിന്റെ ഡിസ്ക്രിപ്ഷനിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് വെച്ച് നമുക്കൊരു തിയോളജി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇതൊരു ഗിഫ്റ്റാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അതിനെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് എവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടും, ഒരാളുടെ മേൽ ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ചൊല്ലി എല്ലാ സൗഖ്യങ്ങളും നടക്കണമെന്നില്ല. പ്രൈസിലോട്. എന്തിനാ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നാം ഇന്ന് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് ഇതിനകത്ത് ഡിസേൺ ചെയ്യാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് എന്താണ് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ഹല്ലേലൂയ. ഇപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലായല്ലോ, ആ വാക്യത്തിൽ നിന്ന് മനസ്സിലായോ. അടുത്ത വാക്യം, 10 വാക്യം, ഒരു 6 ഗിഫ്റ്റ്സുകൾ അടുപ്പിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തന് പലവിധ ഭാഷകൾ, മറ്റൊരുത്തന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പൊ ഇവിടെ 1-2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രോഫസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പോൾസ് ഹയസ്റ്റ് റാങ്ക്ഡ് കോൺഗ്രിഗേഷൻ ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രോഫസിയാണ്. 14 അധ്യായത്തിന്റെ 1 വാക്യത്തില് 1 വാക്യം ഒന്ന് വായിച്ചാല്,
നമുക്കവിടെ അത് കാണാനായിട്ട് കഴിയും. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. അപ്പോൾ പ്രവചനവരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വരമാണ് ആ പ്രവചനവരം. അപ്പൊ ഈ പ്രവചനവരം എന്തിനാണ്? പ്രവചനവരത്തിനകത്ത് എന്താണ് ഇതിനകത്തൂടെ നടക്കുന്ന 3 കാര്യങ്ങൾ നടക്കണം. ഒന്ന് എഡിഫിക്കേഷൻ നടക്കണം, ഒന്ന് എക്സോർട്ടേഷൻ നടക്കണം, കൺസോളേഷൻ നടക്കണം. ഈ 3 കാര്യങ്ങളാണ് പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ 2 എക്സ്ട്രീമിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രവചനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതിനെ അങ്ങ് ഒരുപാട് അങ്ങ് ഇതിന്റെ പുറകിൽ അങ്ങ് പോകുന്നവരുമുണ്ട്. ഇതിനകത്തൊക്കെ ഈ കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം ഒരു ബാലൻസ്ഡ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവചനം വരമൊന്നും നിന്ന് പോയിട്ടൊന്നുമില്ല, ഇന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ദൈവസഭകളിൽ ഉണ്ടാക്കേണ്ടത് ഒരു എഡിഫിക്കേഷനാണ്. ദൈവസഭകളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല പ്രവചനവരം ഉണ്ടായത്. അത് ദൈവസഭയെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് പ്രബോധിപ്പിച്ച് ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയിട്ട്, ഒന്ന് കംഫർട്ട് ചെയ്യുവാനായിട്ട്. അതപ്പോൾ ഇതിനെല്ലാം ഈ പ്രോഫസിക്കകത്തുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നാം ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നാം ഇതിനെ തിരിച്ചറിയണം. ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണോ എന്നുള്ള കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 1, 2, 3 വാക്യങ്ങൾ അതിനോട് റിലേറ്റഡ് ആയിട്ടൊന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 Thessalonians chapter 5 verse 19 to 21. കർത്തൃമേശയോടനുബന്ധിച്ച് നാം പലപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണല്ലോ ഇത്. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. അപ്പൊ ഇതിനകത്തെല്ലാം ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, ഈ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ആ റെവലേഷൻ കൊടുക്കുന്നതെങ്കിലും ആ പ്രോഫസി നൽകപ്പെടുന്നതെങ്കിലും അതിനകത്തൊരു മാനുഷികമായ ഫാക്ടേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രവചനം തുച്ഛീകരിക്കണമെന്നല്ല പറയുന്നത്. അതിനെ ശോധന ചെയ്ത് തിരുവചനത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിനെ ഡിസേൺ ചെയ്യാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കേൾക്കുന്നതെല്ലാം നാം അതുപോലെ അങ്ങ് വിശ്വസിക്കണമെന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനകത്തൊരു കൺഫർമേഷൻ തരും. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് നമ്മളെ ചെയ്ത് നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ അത് തിരുവചനമായിട്ട് ദൈവവചനത്തിന്റെ ഫൗണ്ടേഷനുമായിട്ട് ഫണ്ടമെന്റൽസുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കിത് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പൊ എപ്പോഴും ആ ഒരു ശോധനയുടെ ഒരു പാർട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇതിനകത്തൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 29-ാം വാക്യവും ഒന്ന് വായിക്കാം. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. അപ്പം ഈ പ്രവചനത്തിനൊരു വിവേചനമുണ്ട്. ഇത് അന്യഭാഷയിൽ പ്രവചിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എങ്കിലും അത് വിവേചിക്കണം, ഡിസേൺമെന്റ്, അത് പരിശുദ്ധാത്മാവ്, അത് മറ്റൊരു കൃപാപരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ജോൺ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യങ്ങളൊന്ന് വായിക്കും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു കാര്യമാണ് ആത്മാക്കളെ ശോധന ചെയ്യുക. ആത്മാക്കളെ ശോധന ചെയ്യുക. ഇപ്പൊ ഈ ദൈവസഭ എത്രത്തോളം അലർട്ടായിരിക്കണം എന്നുള്ള കാര്യം നാം ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും വ്യക്തികളെ പോലും ശോധന ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവസഭയുടെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ആത്മാക്കളെ ശോധന ചെയ്യണം. കാര്യം കള്ളപ്രവാചകന്മാർ ഒരുപാട് പേര് ഇന്ന് ദൈവസഭയും ജനത്തെയും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഒരു മാനുഷികമായ മോഹങ്ങളിലും വേൾഡ്ലി ആയിട്ട് മാറ്റുന്നതായിട്ടുള്ള പ്രോഫസീസ് ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കണം, അതെവിടുന്നാണ് വരുന്നതെന്നുള്ളത്. നമ്മളെ ഈ കേൾക്കുന്ന പ്രോഫസീസ് ഒക്കെ നമ്മളെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും
അതിനകത്ത് നമ്മളെ ഉറപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനകത്ത് അത് തിരുവചനത്തിന്റെ ബേസിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ അതൊരു നല്ലൊരു ടെസ്റ്റാണ്. നമ്മൾ ഈ പ്രോപ്പസിയൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങ് ലൗകികരായി മാറുകയാണോ, അതോ കൂടുതൽ കർത്താവിനോട് അടുക്കുകയും പരിശുദ്ധാത്മാവിനോട് അടുക്കുകയും നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം കൂടുതൽ വർദ്ധിക്കുകയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നാം വളരുകയാണെങ്കിൽ അത് നല്ലൊരു തെളിവാണ്, അല്ലെങ്കിൽ നല്ലൊരു സൈനാണെന്ന് പറയാനായിട്ട് കഴിയും. പക്ഷേ നാം കേൾക്കുന്നതൊക്കെ നമ്മളെ ലോകത്തിനോട് കൂടുതൽ അടുപ്പിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രവചനങ്ങളും അങ്ങനെയുള്ള പ്രവാചകന്മാരെയും വിവേചിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവസഭയുടേതാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയുമാണ്. അതിനുള്ള കൃപാവരങ്ങൾ, അതിനുള്ള പരിശുദ്ധാത്മാവ്, വിവേചനമൊക്കെ ശുദ്ധാത്മാവ് നമുക്ക് നൽകുവാനായിട്ടിടയാകും. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് വർക്കിംഗ് ഓഫ് പവർ ആൻഡ് മിറക്കിൾസ്. അപ്പം ഇതും ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലൂറലാണ്, വർക്കിംഗ്സ് ഓഫ് പവേഴ്സ്. എല്ലായിടവും നടക്കണമെന്നില്ല. ഈ സയൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കൃപാവരം നമുക്ക് തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, വാലിഡേറ്റ് ദ ഗോസ്പൽ, തിരുവചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ചിലപ്പം നമുക്ക് ഒരു അൺപ്രസിഡന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ തിരുവചനത്തെ ഉറപ്പിക്കുവാനായിട്ടും ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുമാണ് ഈ പവേഴ്സ് ആൻഡ് വണ്ടേഴ്സ് ദൈവം ചെയ്യുന്നത്, ഈ മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് ദൈവം ചെയ്യുന്നത്. ആ ഒരു കാര്യം നാം എപ്പോഴും മനസ്സിലാക്കണം. ഇതൊരിക്കലും നമ്മുടെ ഒരു ബോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയിട്ടോ അല്ല. തിരുവചനവും ദൈവത്തിന്റെ നാമവും ഇതിനാലെല്ലാം ഉയർത്തപ്പെടണം. ഇന്ന് നാം കാണുന്ന പല ടിവിയിലോടൊക്കെ കാണുന്ന പലതും അതിനകത്തുനിന്ന് ചില വ്യത്യസ്തമായിട്ടൊക്കെയാണ് നാം കാണുന്നത്. എന്നാൽ തിരുവചനം വളരെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നാം ഇതിനനുസരിച്ച് വാലിഡേറ്റ് ചെയ്യണം. മറ്റുള്ളവരെ വിധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരെ ഫോളോ ചെയ്യരുത്. അവരുടേതായ രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ചൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് പിന്തുടരുവാൻ നല്ലൊരു മാതൃക അപ്പോസ്തലന്മാരും കർത്താവായ യേശുക്രിസ്തുവും തിരുവചനത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ ആ ഒരു വഴിയിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അത് ഫോളോ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമത് അവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ് ഡിസേണിങ്സ് ഓഫ് സ്പിരിറ്റ്. ഇത് ലീഡർഷിപ്പിന് വേണ്ട ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കൃപാവരമാണ്. എബിലിറ്റി ടു ഇവാലുവേറ്റ് ദ സ്പിരിച്വൽ ക്ലെയിംസ്. നമ്മൾ പ്രത്യേകിച്ചും ലീഡർഷിപ്പിലിരിക്കുമ്പോൾ, ദൈവസഭയുടെ ലീഡർഷിപ്പിലിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുകയും അവർക്ക് അങ്ങനെയുള്ള കൃപാവരം ഉണ്ടെന്നും ആ കൃപാവരം ഇങ്ങനെ അവിടെ സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, ഞാൻ അത് കണ്ടു, ഇത് കണ്ടു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. ഇതെല്ലാം തെറ്റാണെന്നല്ല, ഇതിനെയൊക്കെ ഡിസേൺ ചെയ്യാനുള്ള ഒരു കൃപാവരം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വേണ്ടത് ലീഡർഷിപ്പിലുള്ളവർക്കാണ്. അതിനെയൊക്കെ ഏത് സത്യം ഏത് കള്ളമെന്ന് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഏതിനകത്ത് കഴമ്പുണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപാവരമാണിത്. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കൃപാവരമാണ്. നമുക്ക് ആരെയും കേൾക്കുന്നതൊക്കെ അനുസരിച്ച് ആരെയും നമുക്ക് വിധിക്കുവാനായിട്ടും കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് അതൊന്ന് നല്ലൊരു ഡിസേൺമെന്റ് ആ കാര്യത്തിൽ തന്നാൽ പല കുഴികളിൽ നിന്നും നാം രക്ഷപ്പെടുവാനായിട്ടിടയാകും. അതിനായിട്ട് ആഗ്രഹിക്കാം. അങ്ങനെയുള്ള കൃപാവരങ്ങളുള്ളവർ അത് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അത് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് ഇടയാകട്ടെ. ഈ ഡിസേണിങ് സ്പിരിറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൗലോസും അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 1 തീമോത്തി ചാപ്റ്റർ 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഒരു ഡീമോണിക് ഡിസെപ്ഷൻ, ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്.
ഇതിനെയൊക്കെ നാം ഡിസേൺ ചെയ്യണം. ഇതിനെയൊക്കെ ആദ്യമേ തന്നെ ഡിസേൺ ചെയ്യണം. അതിനെയൊക്കെ ഡിസ്കറേജ് ചെയ്യണം. അതൊരിക്കലും ദൈവസഭയെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. ഇതൊക്കെ ഒരു ലീഡർഷിപ്പിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റി. എല്ലാത്തിനെയും അങ്ങ് കണ്ണടച്ച് എല്ലായിടും അങ്ങ് സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് ലീഡർഷിപ്പിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ചെയ്താൽ അത് നമുക്ക് ലഭിച്ച കൃപാവരങ്ങളോട് നമ്മൾ ഒരിക്കലും അത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കത്തില്ല. അപ്പം ഡിസേൺ ചെയ്യണം. ഈ ഡിസെപ്ഷൻസിനെ മനസ്സിലാക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ഈ കൃപാവരത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡാണ്. അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത വാക്യം 11-ാം വാക്യം അവിടെ നമ്മൾ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഈ വാക്യമാണ് ഇതിന്റെ എല്ലാം ഒരു ക്യാപ്സ്റ്റോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, ഈ വരങ്ങൾ നമുക്ക് ഇച്ഛിക്കാം, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ ഈ വരങ്ങൾ പകുത്തു കൊടുക്കുന്നത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അവന്റെ വില്ലിലാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പർപ്പസ്ഫുൾ വില്ലിങ്ങിലാണ് പരിശുദ്ധാത്മാവ് ഇത് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കൊടുത്തെന്നും ചൊല്ലി ഒരാൾക്ക് ലഭിച്ചെന്നും ചൊല്ലി അവർ സുപ്പീരിയർ ആയെന്നോ, ഒരാൾക്ക് ലഭിച്ചില്ലെന്നും ചൊല്ലി അവർ ഇൻഫീരിയർ ആണെന്നോ ഒരു വ്യത്യാസം ദൈവസഭയിൽ ഇല്ല. ഒരാൾ ലഭിച്ചെന്ന് ചൊല്ലി അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നും ഇല്ല. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നോളജിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളിതൊക്കെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാകത്തില്ല. ഒരിക്കലും പലരും അവരുടെ ക്യാരക്ടറൊക്കെ വെച്ച് നോക്കിയാൽ ഇവർക്കൊക്കെ ഇങ്ങനെ ഈ കൃപാവരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിന് അതിനകത്തൊരു പർപ്പസ് ഉണ്ട്. ആരുടെയും പാസ്റ്റോ അവരുടെ ക്യാരക്ടറോ അവരുടെ രീതികളോ ഒന്നും വെച്ചിട്ടല്ല ഈ കൃപാവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. ഇത് പരിശുദ്ധാത്മാവിന്റെ വില്ലിലുള്ള ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. അവനിൽ നാം അവകാശവും പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരാ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ. ഇത് പിതാവാണ് ഈ കാര്യത്തില് ഒരു ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ തീരുമാനമാണ്. ഇതിന്റെ 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളോട് വായിക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ക്രിസ്തുവിന്റെ ദാനമാണ്. പുത്രന്റെ കാര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സൺ ഗീവ്സ് ദസ് ഗ്രേസ് ഗിവ്സ്. ഇനിയും അതിന്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുന്നു എന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. അപ്പൊ ഇത് പരിശുദ്ധാത്മാവ് താഴുന്നു. ദൈവത്തിന്റെ ഇതൊരു ട്രിനിറ്റേറിയൻ പാർട്ടിസിപ്പേഷനിലാണ് ഈ ഗിഫ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇതൊക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കുന്ന കാര്യമല്ല. ദൈവം ആർക്ക് എങ്ങനെയുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നെന്നുള്ളതൊന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യം ഒന്ന് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. സ്പിരിറ്റ് ബ്ലോസ് വേർ ഹി വിൽസ്. ദൈവത്തിന്റെ വലിയ സോവർണിറ്റിയെ കുറിച്ച് കാണിക്കുന്നു. കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ തന്നെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഹീബ്രു 2:4 ആണ്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
പ്രൈസ് ലോർഡ്. അതിന്റെ റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണെന്ന് വായിച്ച. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. അപ്പൊ ഇവിടെ ഒന്ന് പറയുന്നു, അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ഫെയ്ത്ത് ഡിസ്ട്രിബ്യൂഷൻ ഗിഫ്റ്റ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിൽ. അപ്പം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരവും ദൈവത്തിന്റെ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ചുമൊക്കെയാണ് ഈ ദൈവവചനത്തിന്റെ കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ വാക്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ആർക്കും പുകഴുവാനായിട്ടൊന്നുമില്ല. ഒറ്റ കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് ലഭിച്ച കൃപാവരങ്ങളെ അത് ഐഡന്റിഫൈ ചെയ്ത് ആ കൃപാവരങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സഭയെ സേവിക്കുകയും സ്നേഹിക്കുകയും ആ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ദൈവസഭയ്ക്ക് കൃപാവരങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവസഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.